കല്യാണപ്രായമൊക്കെ ആയില്ലേ, കെട്ടിക്കൂടെ? എത്ര നാളിങ്ങനെ സിംഗിളായിട്ട് നടക്കും? ഡാഷ് ഇല്ലാത്ത ഒരു ആണായിരിക്കും മൈ ലൈഫ് പാർട്ട്ണർ. എനിക്ക് ഇല്ലാത്ത ആളെ ഞാൻ എങ്ങനെ ലൈഫ് പാർട്ട്ണർ ആക്കും മിസ്റ്റർ? എന്റെ ഡാഷ് വളരെ ബോറാണ്. ഞാൻ മിക്കപ്പോഴും ഡാഷ് ആണ്. എന്റെ ഡാഷ് ആരും വീണു പോകും. അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണം. എന്നെ ആർക്കും വേണ്ടേ? ഞാൻ സിംഗിൾ ആണ് പ്ലീസ്. അപ്പോ അമ്മയോ കുറച്ചു കാലമായിട്ട് കണ്ടിട്ട് അതെ, എന്തുകൊണ്ടൊരു ബ്രേക്ക് എടുത്തേ? പ്രശ്നം എന്താ വെച്ചാല് എല്ലാ ദിവസവും നമ്മളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് ബോറടിച്ചു തുടങ്ങും. കാരണം ഒരിടയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുമായിരുന്നു. അപ്പം എല്ലാ ഇന്റർവ്യൂസിലും സെയിം സിമിലർ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ കണ്ട് ആൾക്കാരും ബോറടിക്കും. പറഞ്ഞ് ഞാൻ സെയിം ആൻസേഴ്സ് കൊടുത്ത് ഞാനും ബോറടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രേക്ക് എടുക്കാം. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കുറെ പുതിയ കാര്യങ്ങൾ ചോദിക്കാൻ കാണും, എനിക്കും കുറെ കാര്യങ്ങൾ പുതിയത് പറയാൻ കാണും, ഷെയർ ചെയ്യാൻ കാണും. സോ അതുകൊണ്ട് മനഃപൂർവ്വം ഒരു 1 year ബ്രേക്ക് എടുത്തതാ. അപ്പൊ ആദ്യം തന്നെ അമ്മയ എന്ന പേരിന്റെ അർത്ഥം അറിയോ? അമ്മയെന്ന് പറയുമ്പോൾ ഇന്നസെന്റ്, പ്യുവർ എന്നൊക്കെയാണ് മീനിങ്. അമ്മ എന്നുള്ള വേർഡിന്റെ മീനിങ്. ആ പേരിനോട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് ക്യാരക്ടറായിട്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഇന്നസെന്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സോ കുറച്ചൊക്കെ ബന്ധമുണ്ട് ഞാനും ആ വേർഡ് മീനിങ്ങുമായിട്ട്, അല്ലേ? ഉണ്ടാവും, ഉണ്ട്. ഈ ഫോട്ടോഷൂട്ട് കോണ്ടെക്സ്റ്റുകള് ഒരാളുടെ ക്യാരക്ടറിനെയും തോട്ടിനെയും റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ള ഒരു മറുപടി, ഒരാളെ ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ഫ്രീഡം നമുക്കുണ്ട്, അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഇപ്പം ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഓരോ ഫോട്ടോഷൂട്ട് ചെയ്യണം. വേറെ ഇപ്പം മോഡലിംഗ് ചെയ്യുന്നവരോ ആക്ടിങ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ വേറെ പ്രൊഫഷനിലായിരിക്കും, ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, വേറെ ഏത് ഫീൽഡും ആയിരിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അതിനെ വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ആർക്കും ഒരു റൈറ്റ് ഇല്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, അവരുടെ എന്താ പറയുക, സ്വാതന്ത്ര്യമാണ്. അതൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ ഒരു ചീപ്പ് സ്വഭാവമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹൗ അബൌട്ട് ലെഗ് ചാലഞ്ച്? ലെഗ് ചാലഞ്ച് ഞാൻ ആക്ച്വലി ഷോർട്സ് ഒക്കെ ഇട്ട് എപ്പോഴും ഫോട്ടോ ഇടുന്ന ഒരാളാണ്. പണ്ടും ഇടും. ഈ ഫീൽഡിൽ വന്നുകൊണ്ട് മാത്രമല്ല, നേരത്തെ ഇടാറുണ്ട്, ഇപ്പോഴും ഇടാറുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ വന്നുകൊണ്ട് ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സിംഗ് ഒന്നും ഞാൻ മാറ്റാൻ പോകണില്ല ആർക്കും വേണ്ടിയിട്ടും. സോ ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ആ ആക്ട്രസിനെ സപ്പോർട്ട് ചെയ്തൊരു ക്യാപ്ഷൻ ഇട്ടു, ഒരു ഫോട്ടോ ഇട്ടു. അപ്പം ബാക്കി ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്ന ആക്ടേഴ്സ് ഇട്ട ഫോട്ടോസിന്റെ കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോസും അവർ ഷെയർ ചെയ്തു. അതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആ സമയത്ത് പറ്റിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഒരു റിഗ്രറ്റ് ഫീലിംഗും ഇല്ല. ഷോർട്ട് ഡ്രസ് ഇട്ടു അല്ലെങ്കിൽ കാല് കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആയെന്ന് വെച്ചിട്ട് ആ ഒരു പേഴ്സണിനെ ഇത്രയും താത്തി പറയാൻ അല്ലെങ്കിൽ കുറ്റം പറയാനായിട്ട് നമുക്ക് അതിനുള്ള ഒരു റൈറ്റും ഇല്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിനെയൊക്കെ ബ്ലെയിം ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയും കൂടെ നെഗറ്റീവ് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. അതൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടി പോകണ്ട. ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനൊക്കെ ക്യാപ്ഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോ ഈ ഇൻസ്റ്റാ ഫാമിലിനെ കുറിച്ച് എത്രത്തോളം കൺസേൺ ഉണ്ട്? കൺസേൺ ഒന്നുമില്ല. പക്ഷെ നേരത്തെ എന്ന് വെച്ചാൽ ഏത് ഫോട്ടോ ഇട്ടാലും ലൈക്ക് മലയാളം ക്യാപ്ഷൻസ് ഇടാറില്ലായിരുന്നു ഞാൻ. അപ്പൊ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടുവാണെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു ക്യാപ്ഷൻ ആയിട്ട് പോലും ഇടത്തില്ല. ചിലപ്പോൾ ഒരു സ്മൈലി ആയിരിക്കും ഇട്ടിട്ട് അതായിരിക്കും ക്യാപ്ഷൻ എൻ്റെ. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ് ക്യാപ്ഷൻ സെറ്റ് ചെയ്യാൻ. കാരണം ആൾക്കാർ ക്യാപ്ഷൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം ക്യാപ്ഷനിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫോട്ടോയ്ക്കും ചേരുന്ന ഒരു ക്യാപ്ഷൻ, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ള ക്യാപ്ഷൻ കൊണ്ടുവരാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പോൾ ക്യാപ്ഷൻ ചിലപ്പം ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. നമ്മുടെ ഉള്ളിലുള്ള സാധനം പുറത്തു വരാൻ ചിലപ്പോൾ കുറെ നേരം എടുക്കും. അപ്പം ചിലപ്പോൾ ആലോചിച്ച് ഭ്രാന്തായി പോവും. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ക്യാപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അത്
അതിന് കിട്ടുന്ന റെസ്പോൺസ്, കമന്റ്സിലൂടെ ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഞാൻ സമയം പോകാൻ വേണ്ടി ഇരുന്ന് ഫുൾ വായിക്കാറുണ്ട്, കമന്റ്സ് ഒക്കെ റെസ്പോണ്ടും ചെയ്യാറുണ്ട്. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായി. തമാശയായിരിക്കും, ഫുൾ കോമഡി ക്യാപ്ഷൻ ആണെങ്കിൽ കോമഡി കമന്റ്സ് ആയിരിക്കും ഫുൾ. അപ്പൊ അതൊക്കെ ശരിക്കും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അതൊക്കെ എന്റെ ഒരു ടൈം പാസ് ആണ് ആക്ച്വലി, കമന്റ് സെക്ഷൻ വായിക്കാന്നൊക്കെ പറയുന്നത്. വാലറ്റിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം? എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. An advantage of being lean and ഈ ഫിസിക്കലി ഒരു മോഡൽ ടൈപ്പിലുള്ള ഒരു ഫിഗർ ഉണ്ടാവുന്നതിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്? ഏത് ഡ്രസ്സും ഇടാം. എനിക്ക് വണ്ണുണ്ടിരുന്ന സമയത്തൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ ക്രോപ്പ് ടോപ്സ് ഇടാം, ഏത് ഡ്രസ്സും ഞാൻ എന്താ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിടും. ബെസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ്? സ്ലീപ്പിംഗ്. ഒന്നും അറിയണ്ട, കുറച്ചു നേരത്തേക്ക് ഭയങ്കര സമാധാനമായിട്ട് എല്ലാ ടെൻഷനും മാറ്റി വെച്ച് കുറച്ചു നേരം ഉറങ്ങി. സെലിബ്രിറ്റീസിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരാ? ഗായത്രി സുരേഷ്. ഭയങ്കര കൂളാണ്. നമ്മളെ എപ്പോ പോയാലും പുള്ളിക്കാരി നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കും. എത്ര പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട്? ഇല്ല, കുറവാണ് ഇപ്പൊ. ഇപ്പഴല്ല, എനിക്ക് അധികം പ്രപ്പോസ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഞാനായിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇല്ല കേട്ടോ. ലൈക്ക് ഭയങ്കര ശോകമാണ്. എന്നെ ആർക്കും വേണ്ടേ, ഞാൻ സിംഗിൾ ആണ്, പ്ലീസ്. ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ആണ് നോക്കുമ്പോ ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ടു സം എക്സ്റ്റെന്റ് ഉണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ എനിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫിസിക്കൽ അപ്പിയറൻസിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അത് വളരെ തെറ്റായി പോയി എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ലുക്കിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ചിലർക്ക് മേ ബി ലുക്കില്ലെങ്കിലും കിട്ടുന്ന ആള് ചിലപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കും. ലുക്കിലല്ല കാര്യം, ആക്ച്വലി ജെന്യൂൻ ആയിരിക്കണം, അല്ലെ സ്വഭാവം നല്ലതായിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെയാണ് ആദ്യം വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയതല്ല, ലുക്കൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക സ്വഭാവമെങ്കിലും നല്ലതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ നോക്കുന്ന ആൾക്കാർ കുറച്ചൊക്കെ ലുക്ക് വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഏറ്റവും വിയേർഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടൊരു കാര്യം ഒരാളോട് പറഞ്ഞിട്ടുള്ളത്? സിബ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അത് എന്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് കേട്ടോ, അല്ലാണ്ട് ചുമ്മാ റോഡിൽ കൂടെ കിടക്കുന്ന ചേട്ടനോട് ഞാൻ പറയില്ല ചേട്ടാ സിബ് എന്ന് പറയില്ലല്ലോ. എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒരു ഓക്വേർഡ് ഫീലിംഗ് തോന്നുമ്പോൾ ഞാൻ നിന്റെ സിബ് എന്ന് പറയും. അത് മാത്രമേ എനിക്കൊരു വിയേർഡ് ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കേട്ട് മടുത്തിട്ടുള്ള ഒരു ഉപദേശം? കല്യാണപ്രായമൊക്കെ ആയില്ലേ, കെട്ടിക്കൂടെ, എത്ര നാളിങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കും. കേട്ട് മടുത്തു ഞാൻ, ഈ വയ്യ. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ. ഹെവിലി പ്ലേഡ് മ്യൂസിക് ഓൺ യുവർ പ്ലേലിസ്റ്റ്? സിംഗിൾ പസംഗ സോങ്സ് ആയിരിക്കും. ഐ എം സിംഗിൾ അവസ്ഥ അതാണ് അത്യാവശ്യം. ബിഗ്ഗസ്റ്റ് ഡേറ്റിംഗ് ഡിസപ്പോയിന്റ്മെന്റ്? ഡേറ്റിംഗ് നോ. ഹാപ്പി ആയിരുന്നല്ല ഡേറ്റിംഗ്? ഹാപ്പി ബീങ് സിംഗിൾ. ഡേറ്റ് ചെയ്യാനും വലിയ താല്പര്യമില്ല. എനിക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതോടെ എനിക്ക് ഡേറ്റിങ്ങിനോടും താല്പര്യമില്ല, മാരേജിനോടും താല്പര്യമില്ല, ഗെറ്റിംഗ് ഇൻ ടു റിലേഷൻഷിപ്പ് ഒന്നിനോടും ഒരു താല്പര്യമില്ല. എനിക്ക് സിംഗിൾ ആയിട്ട് നടക്കുക, ബീങ് വിത്ത് ഫ്രണ്ട്സ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന കാര്യം. എനിക്കത് മതി. യെസ് ഓർ നോ പറയണേ. ഐ ആം എ സ്ട്രെയിറ്റ് ഫോർവേഡ് ഗേൾ. യെസ്, 100%. എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മെയിൻ. ആണോ? കാണുന്നവരല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ. നെക്സ്റ്റ് സെഷൻ അവിടെ ഇരിക്കുന്ന ചിറ്റ്സ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് പറയണം. തുറന്നു നോക്കിയോളൂ. എന്റെ ഡാഷ് ആരും വീണു പോകും.
ഡാഷിൽ ആരും വീണു? എന്റെ ഡാഷിൽ ആരും വീണോ? അയ്യോ, അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണം. ഗസ് ചെയ്തോളൂ, ഗസ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ മിക്കപ്പോഴും ഡാഷ് ആണ്. ഞാൻ മിക്കപ്പോഴും ഹാപ്പിയാണ്. അതെ, സിമ്പിൾ ആൻഡ് ഹംബിൾ. ഞാൻ എപ്പോഴും ഡാഷ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? നിങ്ങൾ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി ഈ ഡാഷ്? ഞാൻ എന്തിപ്പോ ഫില്ല് ചെയ്യും? എപ്പോഴും ഡാഷ് ചെയ്യാറുണ്ടെന്നൊക്കെ. ഉറങ്ങാറുണ്ട്. ഞാൻ എപ്പോഴും ഉറങ്ങാറുണ്ട്. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? പ്രത്യേകിച്ച് ഒന്നും പണിയൊന്നുമില്ല, അതുകൊണ്ട്. ഡാഷ് ചെയ്തത് മണ്ടത്തരമായി പോയി. ലൈൻ അടിക്കാൻ പോയത് വൻ മണ്ടത്തരം. എന്റെ ഡാഷ് വളരെ ബോറാണ്. എന്റെ ഡാഷ് വളരെ ബോർ. എന്താ നിങ്ങൾ പറയും? എന്തായിരിക്കും? എനിക്കറിയില്ല. ബോറായിട്ട് എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് അത്, എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ബോറായിട്ട് തോന്നാറില്ല. ചിലപ്പം കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും. ഡാഷുമായി എന്റെ അടുത്ത് വന്നാൽ വിവരം അറിയും. മറ്റേ അടുത്ത സ്വഭാവം. അത് നിങ്ങൾ കുറച്ച് അകലം പാലിച്ചൊക്കെ ഇരുന്നു, അപ്പുറത്തൊക്കെ മാറിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഡ് കാലം എനിക്ക് ഡാഷ് ആയിരുന്നു. ആയിരുന്നു. ഓ, എന്തോ ഇത്. കോവിഡ് കാലം എനിക്ക് ഡാഷ് ആയിരുന്നു. എനിക്ക് പണിയായിരുന്നു, വല്ലാത്ത പണിയായിരുന്നു. ഓഹ്. നെക്സ്റ്റ്. ഡാഷ് ഇല്ലാത്ത ഒരു ആണായിരിക്കും മൈ ലൈഫ് പാർട്ട്ണർ. എനിക്ക് ഇല്ലാത്ത ആളെ ഞാൻ എങ്ങനെ ലൈഫ് പാർട്ട്ണർ ആക്കും മിസ്റ്റർ? ഹൂ മേഡ് ദിസ് ക്വസ്റ്റ്യൻ? ഇല്ലാത്തെന്ന് പറയുമ്പോ ലൈക്ക് എന്തില്ലാത്ത? ഈഗോ ഇല്ലാത്ത. അതങ്ങനെ പറയണ്ടേ? ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക. എന്റെ ഡാഷ് അത്യാവശ്യം വലുതാണ്. എന്റെ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം വലുതാണ്. ഐ എം പ്രൗഡ്. ഡാഷ് എനിക്ക് ഹോണ്ടിങ് ആയ ഒന്നാണ്. ഈ ഇടയ്ക്ക് നടന്നൊരു ഇൻസിഡന്റ് പറയാം. ഹോണ്ടിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ഒരു ഇൻസിഡന്റ് മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. ഈ ഇടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ വൂൾഫ് എന്നുള്ള മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് സെൽഫ് ഡ്രൈവ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് വരിക. അപ്പം ഗൂഗിൾ മാപ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തരാറുള്ളതുകൊണ്ട് വഴി തെറ്റിപ്പോയി. വേറെ ഏതോ വഴി കൂടെ ഒക്കെ കയറി എൻ്റെ വീടെത്താൻ 15 മിനിറ്റേ ഉള്ളൂ മാപ്പിൽ. അങ്ങനെ ശ്രീകാര്യം എന്നൊരു സ്ഥലമുണ്ട് ട്രിവാൻഡ്രം. അവിടെ എത്തി ഏതോ ഒരു ബൈ റോഡിൽ കൂടെ കയറി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇറക്കം ഇറങ്ങിയിട്ടൊരു ടേണിങ് ഉണ്ടായിരുന്നു. ആ ടേണിങ്ങിൽ ഉറങ്ങിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരത്തേക്ക് എൻ്റെ കൺട്രോളിലല്ലായിരുന്നു വണ്ടി. കാറ് ഒരു വീടിൻ്റെ മതിലിടിച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ഭീകരമായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആക്സിഡന്റ് എനിക്കിപ്പോഴും അത് ആക്സിഡന്റ് ആയെന്ന് ആ ഒരു സമയം എനിക്ക് അങ്ങോട്ട് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 5 മിനിറ്റ് എടുത്തു ആക്സിഡന്റ് ആയിന്ന് എനിക്കൊരു റിലേ ഒക്കെ വരാനായിട്ട്. ഞാൻ തന്നെയാണ് കാറിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വരുത്തിയതുമൊക്കെ. ബിക്കോസ് 11:30ക്കാണ് ആക്സിഡന്റ് നടന്നത്. ആ റോഡിലെങ്ങും ഒരു മനുഷ്യനില്ല. ഈ വണ്ടി ഇത്രയും സൗണ്ടിൽ ആ മതിലിടിച്ചിട്ടൊന്നും ആരും അറിഞ്ഞില്ല, ആരും വന്നില്ല. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ആ വീടിന്റെ ഉടമസ്ഥരൊക്കെ ഇറങ്ങി വരുന്നതും ആൾക്കാരൊക്കെ അറിയുന്നതും ഒക്കെ. അപ്പം ഭാഗ്യത്തിന് എന്താ പറയാ, മാരക പ്രശ്നങ്ങളൊന്നും എനിക്ക് പറ്റിയില്ല. എയർ ബാഗ് പൊട്ടി, മൂക്കൊക്കെ ഇടിച്ച്, ഇവിടെയൊക്കെ സ്വെല്ലിംഗ് ആയിരുന്നു. ഫേസ് ഒക്കെ നല്ല രസമായിരുന്നു ആ സമയത്ത് കാണാൻ. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാറ് കണ്ട
ഞാൻ തട്ടിപ്പോയെന്നേ പറയുള്ളൂ. ആ അവസ്ഥയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു അഭിരാമി എന്നുള്ള മൂവിയുടെ ഷൂട്ടിനായിട്ട് ഞാൻ ദുബായിൽ പോയത്. അപ്പം ആ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ഒന്ന് മാറി. പിന്നെ ഷൂട്ടിങ്ങും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ഓക്കെ ആയി. ആ ഒരാഴ്ച എന്ന് വെച്ചാൽ ആക്സിഡന്റ് ആയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ ഒരാഴ്ച ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. എനിക്ക് ഈ ആക്സിഡന്റ് ആയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനത് എവിടെയും ഇട്ടിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലോ ഒരിടത്ത് ഞാനത് ആ ഫോട്ടോസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും എവിടെയും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും മാത്രമേ ഞാൻ ഈ ആക്സിഡന്റ് ആയ കാര്യം പോലും പറഞ്ഞിട്ടുള്ളൂ. ഒരു മാസത്തിൽ കൂടുതലെടുത്തു കാറ് തിരിച്ചു കിട്ടാൻ, പഴയ രൂപത്തിൽ തിരിച്ചു കിട്ടാനായിട്ട്. അപ്പൊ ഇത്രയും നേരം എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എ ലോട്ട്. ബൈ.